ഒരു ദിവസം ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ തെങ്ങിൻ്റെ അവിടെയൊക്കെ കുഴി കുഴിച്ചിരുന്നു. ഞങ്ങൾ അതിലൊക്കെ ഇറങ്ങി കളിച്ചു. ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിലിറങ്ങി. പിന്നെ അങ്ങോട്ടും ബേബി നേരെ ഓടിയത് വേറെ തെങ്ങിൻ ചുവട്ടിലേക്കാണ്. ഞാൻ പിന്നെ ഓടിയത് പറമ്പിലേക്ക് ഓടിയപ്പോൾ അവിടെ വാഴൻ്റെ അവിടെയും കുഴി കുഴിച്ചിരുന്നു. കൂട്ടുകാരെ, ഈ കുഴി കുഴിക്കുന്നത് എന്തിനാന്ന് അറിയാമോ? തെങ്ങിന് വളയിടാന്നാണ്. വളയിടാന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെയും വാഴൻ്റെയും ഒക്കെ ഫുഡ്. പിന്നെ ഞാൻ ഇതിലൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിലും ഇറങ്ങി നോക്കി. എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ ഇത് കണ്ടപ്പോൾ സന്തോഷമായി. ഇത് കളിക്കാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെങ്ങിൻ്റെ ചുറ്റവും വട്ട വിട്ടു. ഞാനും ബേബി അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. പിന്നെ ഞാൻ ഉമ്മനോട് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അയക്ക് ഓടിച്ചെന്ന് അങ്ങോട്ട് ഓടിച്ചാടി. ഞങ്ങളതിൽ കുറേ ഇന്ന് ചെരുപ്പൊക്കെ കൂടി അവിടെ വെച്ച് ഇങ്ങനെ നോക്കി. അതിൽ കുറച്ച് ഗ്രേ കളറൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ബേബിയും തെങ്ങിൻ്റെ പിന്നെയും ചുവട്ടി നോക്കി. പിന്നെ അതിൻ്റെ ഇതിമക്കൂടി ഇങ്ങനെ വട്ടയിട്ടിരുന്നു. ഉമ്മാനോട് നിഹമോള് പറയാണ്, ഈ കുഴി മൂടണ്ട, ഇത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ആക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹാദിയാനെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഹാദിയാനെ വിളിക്കാൻ പോയി. പിന്നെ ഹാദിയ വന്നപ്പോൾ ഞങ്ങൾ അതിൽ ബോളൊക്കെ ഇട്ട് കളിച്ചു. ഞങ്ങൾ അതിൽ പിന്നെ ബോളൊക്കെ ഇട്ട് കുറേ നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ പറഞ്ഞു, ചെരുപ്പ് ഊരി നമുക്ക് ഇവിടെ വെക്കാൻ 4 ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യം ഞാനും ഒരു ടീം, ബേബിയും നിഹമോളും ഒരു ടീം. 2 പന്തുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുക്ക് ഒന്നും പിന്നെ മറ്റേക്ക് വേറെയും ആയിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പലൊക്കെ എടുത്തു വന്ന് അതിൽ വെച്ചു. ടോയ്സൊക്കെ വെച്ചു. ഞങ്ങൾ അതിലിരുന്ന് കളിച്ചു. ഞങ്ങൾ എൻ്റെ വീട്ടിൽ കുടിരിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് ഹാദിയ അതിൽ കുടിരിക്കൽക്ക് പോയി. ഞാൻ അവിടെ ഇരുന്നു മണ്ണരിച്ചു. റഫീഹ വന്നിരുന്നു. അവൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. താങ്ക് യു.